സൈക്കോളജിസ്റ്റും ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ തെറാപ്പിസ്റ്റുമായ രതി മേച്ചേരി സയൻ ഫോക്കസ് അക്കാദമിയുടെ പുതിയ തെറാപ്പി സെന്റർ വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ ദർശിൻ ഷിനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ അക്ഷരത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു നിർത്തിയത് രതി മിസ്സാണ്. രതി മിസ്സിന്റെ വാടാനപ്പള്ളിയിലെ ഫോക്കസ് അക്കാദമി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു ഓൾ. ലവ് യു. ഓട്ടിസത്തെ അതിജീവിച്ച് മുന്നേറുന്ന ദർശിൻ രതി മേച്ചേരിയുടെ മുൻകാല വിദ്യാർത്ഥി കൂടിയാണ്. കുട്ടികളിലെ പഠന സ്വഭാവ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്നതിനായി എല്ലാവിധ സർവീസുകളും സയൻ ഫോക്കസ് അക്കാദമിയിൽ ലഭ്യമാണ്. സയൻ ഫോക്കസ് അക്കാദമി നമ്മുടെ കുട്ടികളിലുള്ള എല്ലാതരം ഡെവലപ്മെന്റൽ ഇഷ്യൂസുകളെയും തരണം ചെയ്യാനായി കുട്ടികളെയും രക്ഷിതാക്കളെയും സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായും പ്രയത്നിക്കുന്ന എൻ്റെയും എൻ്റെ ഒരുപാട് സ്റ്റാഫുകളുടെയും ഒരു പ്രയത്നഫലമായിട്ടാണ് ഈ രണ്ടാമത്തെയും കൂടെ സെൻറ്റർ എനിക്കിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചത്. തീർച്ചയായും എല്ലാ തരത്തിലുള്ള സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ ട്രെയിനിങ്, അതുമാതിരി തന്നെ കൗൺസിലിംഗ്, റെമഡിയൽ ട്രെയിനിങ്, ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നീ എല്ലാ തരം സർവീസുകളും ഇവിടെ ലഭ്യമാണ്. എല്ലാ തരത്തിലും കുട്ടികളെയും അതുമാതിരി തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടുന്ന സപ്പോർട്ടും നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. അതിലൊരുപാട് വിജയം കാണാനും സാധിക്കുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നാലും ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് 3 കാര്യങ്ങളാണ്. ദർശനെ നമ്മൾ മലയാളം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് രതി മിസ്സിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിപ്പെടുന്നതും വളരെ ഈസിലി, എനിക്ക് തോന്നുന്നു വിതിൻ 2 വീക്സ് തന്നെ അവൻ ആ അക്ഷരമാലയും എല്ലാം വളരെ ഈസിലി പഠിച്ചു വരുന്നതായിട്ട് ഞങ്ങൾ വണ്ടർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എല്ലാം സ്വയം പഠിച്ചതായിരുന്നു, പക്ഷെ മലയാളം ഒത്തിരി സ്ട്രഗിൾ പാടായിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് എടുത്തു പറയാനായിട്ടുള്ള കാരണം അത് തന്നെയാണ്.